പാലക്കാട് മാറുമോ അതോ വീണ്ടും അതേ കഥയോ? പാലക്കാട് ഒരിക്കൽ UDF-ന്റെയും LDF-ന്റെയും പരമ്പരാഗത പോരങ്കണമായിരുന്ന ഈ മണ്ഡലം ഇന്ന് കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലകളിൽ ഒന്ന്. BJP പറയുന്നു ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക് ത്രൂ സീറ്റ്. UDF ചോദിക്കുന്നു വോട്ടുകൾ വിഭജിച്ച് ആരെ സഹായിക്കുന്നു. LDF തിരിച്ചടിക്കുന്നു അടിത്തറ ഞങ്ങളുടേതാണ്, ആരും തകർക്കില്ല. എന്നാൽ യഥാർത്ഥ ചോദ്യം വോട്ടർ എന്താണ് ചിന്തിക്കുന്നത്? വികസനമോ മതരാഷ്ട്രീയ ധ്രുവീകരണമോ അല്ലെങ്കിൽ ഭരണത്തിനെതിരായ അസന്തോഷമോ? ഒരു വശത്ത് BJP-യുടെ ശക്തമായ കുതിപ്പ്, മറുവശത്ത് കോൺഗ്രസിന്റെ പിടിമുറുക്കാനുള്ള പോരാട്ടം. അതിനിടയിൽ CPM അടിത്തറ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പാലക്കാട് മണ്ഡലത്തിൽ സംശയം. പാലക്കാട് ഇത്തവണ ഫലം മാത്രമല്ല ട്രെൻഡ് തന്നെ തീരുമാനിക്കപ്പെടും. പാലക്കാട് മാറി ചിന്തിക്കുമോ അതോ രാഷ്ട്രീയ സമവാക്യം അതേപടി തുടരുമോ? ഡീൽ എന്ന തെരഞ്ഞെടുപ്പ് അജണ്ട ഉയർന്നു വന്ന മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ താമര വിരിയിക്കുമോ? രാഷ്ട്രീയത്തിൽ പയറ്റിയിട്ടില്ലെങ്കിലും കന്നിപ്പോരാട്ടത്തിൽ UDF-ന്റെ നിലവിലെ കോട്ട നിലനിർത്തുമോ രമേശ് പിഷാരടി? പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താത്ത CPM തന്ത്രം അടിസ്ഥാന വോട്ടുകൾ ഭിന്നിപ്പിക്കുമോ?